കുടുംബനാഥൻ മരിച്ചുപോയിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അതുപോലെ കുടുംബനാഥൻ അച്ഛനും അമ്മയും കുട്ടികൾക്കുണ്ടെങ്കിൽ തന്നെ അതിൽ മാതാപിതാക്കൾക്ക് ആരെങ്കിലും വളരെയധികം മാരകമായിട്ടുള്ള അസുഖം ബാധിച്ചിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അവരുടെ അവസ്ഥ ഞാൻ മുൻപ് കണ്ടിരുന്ന എൻ്റെ ഡിഫറൻറ്റ്, വളരെ ഒരു ഭീകരമായൊരവസ്ഥയാണ്. അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു രീതിയിൽ അവർക്ക് അതിനു വേണ്ടി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കുടുംബനാഥനൊരു അസുഖമായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ കുടുംബനാഥൻ ആ കുടുംബത്തിലില്ല. ആ അമ്മമാരനുഭവിക്കുന്ന ഒരു ട്രോമ, അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ട്രോമ, അവരൊരു വിഷമം നമുക്കവർ എപ്പോഴും വിങ്ങി പൊട്ടാറായി നിൽക്കുന്ന രീതിയിലാണ് അവരിവിടെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവരെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ അമ്മമാരെ കുറിച്ചാണ് എനിക്ക്, കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവിടുന്ന് സഹായം കൊടുക്കുന്നതെങ്കിലും അത് ശരിക്ക് ആ കുടുംബത്തിലേക്കാണ് വന്നു ചേരുന്നത്. അവർ പ്രത്യേകിച്ച് അവർക്ക് അമ്മമാരെ അവരൊരു ത്യാഗം, അവർക്കറിയാം ആ കുട്ടികൾക്ക് ഇതൊന്നും അസുഖങ്ങളൊന്നും ഭേദമാവില്ല, അത് ജീവിതാവസാനം വരെ ഉണ്ടായിരിക്കും. എന്നിട്ടും അവരവരെ സുഖം തേടിയോ സന്തോഷം തേടിയോ പോവാതെ അവരാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവർ എടുക്കുന്നൊരു ത്യാഗമുണ്ട്. അത് ശരിക്കും സ്ത്രീകളെ, അമ്മമാരെ ശരിക്കും എനിക്ക് വളരെയധികം ഒരു ഹൃദയത്തിൽ തട്ടിയൊരു കാര്യമാണ്. ഈ അമ്മമാരോട് എനിക്ക് പിന്നീട് വന്നൊരു ബഹുമാനം, അവരോടുള്ള ആദരവ്, അവരോടുള്ള സ്നേഹം, അതെനിക്ക് വളരെയധികം കൂടുതലായി അത് ഈ ഒരു അനുഭവത്തിന് ശേഷം. അതുപോലെ തന്നെ അവർക്ക് ഒരു കൊച്ചിനെ നോക്കാൻ സമയമില്ല, അതിന് മാത്രമേ സമയമുള്ളൂ. പുറമേക്കൊരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത കുടുംബങ്ങളിലെ കാര്യം, അവർ പട്ടിണിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതിന് വേണ്ടിയിട്ടൊരു ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേൾക്കുന്ന നമ്മളെല്ലാവരും തന്നെ അതിനു വേണ്ടിയിട്ട് ഈ സൊലസിൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക്, ഇതുപോലെയുള്ള കുടുംബങ്ങളിലേക്ക് ഇതുപോലെയുള്ള സഹായം എത്തിക്കാനായിട്ട് നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്.